നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണത്തിൽ 25-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷാസേന സ്ഥലത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ആക്രമണത്തിൽ അപലപിച്ചു. പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്കം ശനിയാഴ്ച സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ഖബറടക്കം. ഇന്ത്യൻ സമയം 1:30-ക്കാണ് ചടങ്ങുകൾ. കർദിനാൾ സംഘത്തിന്റെ ഡീൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനും എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കും വയനാട് കൽപ്പറ്റയിൽ തുടക്കമായി. മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്നും നാളെയും ഉള്ള സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം തിരുവാതിക്കലിൽ വീട്ടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ല. വ്യക്തിവൈരാഗ്യമാകാം കൊലപാതക കാരണമെന്നും കോട്ടയം SP ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിജയകുമാറിന്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. മുതലപ്പുഴ ഹാർബറിൽ പൊഴി മുറിക്കുന്ന നടപടികൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളി സംഘടനകളുമായും സംയുക്ത സമരസമിതിയുമായും തുറമുഖ വകുപ്പ് നടത്തിയ ചർച്ചയിലാണ് പൊഴി മുറിക്കാൻ ധാരണയായത്. അതോടൊപ്പം തീരത്ത് രൂപപ്പെട്ട മണൽത്തിട്ട ഭാഗികമായി മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചു. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ DGPക്ക് പരാതി നൽകാൻ പെൺകുട്ടിയുടെ കുടുംബം. പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകുന്നത്. മരണത്തിൽ സുഗാന്തിന് പങ്കുണ്ടെന്ന് ഉദ്യോഗസ്ഥരുടെ കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മരണത്തിൽ സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടിരുന്നു. ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ ഷഹബാസിന്റെ പിതാവിന്റെ കക്ഷിചേരൽ ഹർജി കോടതി അനുവദിച്ചു. കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി റെജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി. ഭാര്യയെയും 4 മക്കളെയും കൊന്ന കേസിൽ 2008-ലാണ് റെജികുമാർ ശിക്ഷിക്കപ്പെടുന്നത്. 2008 ജൂലൈ 8 മുതൽ 22 വരെ 2 ആഴ്ചക്കിടെയാണ് റെജികുമാർ 5 കൊലപാതകങ്ങൾ നടത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. VS ജോയ്, ആര്യടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതേസമയം PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. നാളെ PV അൻവറുമായി കോൺഗ്രസ് കൂടിക്കാഴ്ച നടത്തും. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ വിധി കേരളത്തിന് ബാധകമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. തമിഴ്നാട് കേസിലെ ഉത്തരവ് ബാധകമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടതിന് കേന്ദ്രം എതിർത്തു. ഉത്തരവ് കേരളത്തിന് ബാധകമല്ലെന്നും തമിഴ്നാടിന്റെ കേസും കേരളത്തിന്റെ കേസും തമ്മിൽ വസ്തുതാപരമായ വ്യത്യാസങ്ങളുണ്ടെന്നും ഇക്കാര്യത്തിൽ വാദം പറയാനുണ്ടെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. പാർലമെന്റിന് മുകളിൽ അധികാര കേന്ദ്രങ്ങൾ ഇല്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പരമോന്നത അധികാര കേന്ദ്രം പാർലമെന്റാണെന്നും ഉപരാഷ്ട്രപതി തുറന്നടിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു വിമർശനം. പതഞ്ജലി സ്ഥാപകൻ ബാബ രാംദേവിനെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഹംദാറിന്റെ ജനപ്രിയ പാനീയം റൂഹ് അഫ്സനെതിരെ രാംദേവ് വർഗീയ അധിക്ഷേപം നടത്തിയെന്നാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. രാംദേവ് തന്റെ വീഡിയോയിൽ ഹംദാറിനെതിരെ സർബത്ത് ഹിത് ജിഹാദ് എന്ന പദവും ഉപയോഗിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച മുഴുവൻ നടപടികളും ശരിയാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചെന്ന് റവന്യൂ മന്ത്രി K രാജൻ. എസ്റ്റേറ്റുകൾ സമർപ്പിച്ച ഹർജി തള്ളിയതിലൂടെ അതാണ് വ്യക്തമാക്കുന്നത്. വിലങ്ങാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണവും ബന്ധപ്പെട്ട ഉയർന്ന പരാതികളും ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനം ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അൻവർ എവിടേക്ക് വേണമെങ്കിലും പോകട്ടെ, ഇടതുമുന്നണി ചർച്ച ചെയ്ത് മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു.
ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി പങ്കുവച്ചത്. വിഷുദിവസം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. നേരത്തെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കട്ടെ എന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. വീണ്ടും കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില ആദ്യമായി 74,000 കടന്നു. ഒരു പവന് ഇന്ന് കൂടിയത് 2,200 രൂപയാണ്. ഇതോടെ പവന് 74,320 രൂപയായി. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയായി. 24 കാരറ്റ് സ്വർണം 1 കിലോഗ്രാമിന് 1 കോടി രൂപയ്ക്ക് മുകളിലായി. 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷമായി ഉയർന്നു. 2 ആഴ്ചക്കിടെ ഇത്രയും വലിയ വർധനവ് സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുന്നതാണ് കേരളത്തിലും വില കൂടാനുള്ള കാരണം. UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. UP സ്വദേശി ശക്തി ദുബൈക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹരിയാന സ്വദേശി ഹർഷിത ഗോയൽ 2ാം സ്ഥാനവും മഹാരാഷ്ട്ര സ്വദേശി റോംഗെ അർജിത് പരാഗ് 3ാം സ്ഥാനവും നേടി. ആദ്യ 60 റാങ്കിൽ മലയാളികളുമുണ്ട്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത്വവും തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് ഈ തീരുമാനത്തിന് കാരണം. ഉത്തർപ്രദേശിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ച ഭാര്യ. മരുമകനുമായുള്ള വിവാഹേതര ബന്ധത്തിന് തടസ്സമായതിനാലാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഭാര്യ റസിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകനായ റോമും സുഹൃത്തും ചേർന്നാണ് മൃതദേഹം പാടത്ത് ഉപേക്ഷിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹ്യാൻ തുടക്കമിട്ട ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിന് അബുദാബി ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പിന്തുണ അറിയിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പോസ്റ്റർ അനാച്ഛാദനം ചെയ്ത് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഗുജറാത്തിലെ അമ്രേലിയിൽ സ്വകാര്യ പരിശീലന വിമാനം തകർന്നു വീണു. അമ്രേലിയിലെ ശാസ്ത്രനഗറിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ട്രെയിനി പൈലറ്റ് അനികേത് മഹാജർ കൊല്ലപ്പെട്ടു. സ്വകാര്യ ഏവിയേഷൻ അക്കാദമിയുടെ പരിശീലന വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നു. ഹോളിവുഡ് ട്വിലൈറ്റ് സിനിമാ താരം ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടും കാമുകി ടീലൻ മേയറും വിവാഹിതരായി. ലോസ് ഏഞ്ചൽസിൽ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. കോടതിയിൽ നിന്ന് വിവാഹ ലൈസൻസ് കൈപ്പറ്റിയ ശേഷമായിരുന്നു വിവാഹം. 2019 ഇരുവരും തമ്മിലുള്ള പ്രണയം ഇൻസ്റ്റഗ്രാമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്. തുടർന്ന് 2021 ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ISRO ദൗത്യമായ സ്പേഡെക്സിന്റെ 2ാം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. STX-1, XTS-2 എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് വിവരം എക്സിലൂടെ അറിയിച്ചത്. തിരുവനന്തപുരം പാലോട് 75ഓളം അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി. നന്ദിയോട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്നാണ് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടിയത്. കേരളത്തിലെ ആദ്യ പാമ്പുപിടുത്തക്കാരി രാജിയാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ അണലിയെ വനം വകുപ്പിന് കൈമാറി. കേരളത്തിൽ ആദ്യമായാണ് 75ഓളം പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടുന്നത്. നേരത്തെ 63 എണ്ണത്തെ പിടികൂടിയിരുന്നു. കോഴിക്കോട് യാത്രക്കാരന് നേരെ സഹയാത്രികനായ ബസ് ഡ്രൈവറുടെ ആക്രമണം. പന്തിരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. കോഴിക്കോട് മാങ്കാവ് സ്വദേശി നിഷാദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തോളിൽ കൈവച്ചത് മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൊല്ലത്ത് ബസ് കാത്തുനിന്ന അച്ഛനെയും മകനെയും പോലീസ് മർദ്ദിച്ചതായി പരാതി. കരിക്കോട് സ്വദേശി നാസർ, മകൻ മുഹമ്മദ് സെയ്ദ് എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് SI സുമേഷ് മർദ്ദിച്ചതെന്ന് പരാതിപ്പെട്ടത്. മദ്യപിച്ചോ എന്ന് ചോദിച്ചായിരുന്നു പോലീസ് ആക്രമണം നടത്തിയതെന്നും സെയ്ദ്. സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മലപ്പുറം ചെമ്പ്രശ്ശേരിയിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. ചെമ്പ്രശ്ശേരി സ്വദേശികളായ അനൂപ്,
മഹ്ദൂദ് നിഷാന്ത് എന്നിവരാണ് പിടിയിലായത്. ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് നെല്ലിങ്ങര ലുക്മാൻ എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചത്. നേരത്തെ കേസിൽ 12 പേരെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് ആനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി പ്രതി അറസ്റ്റിൽ. ചേകന്നൂർ സ്വദേശി ഹസനെയാണ് അറസ്റ്റിലായത്. വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥിയെ ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി സംഭവം രക്ഷിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. തൃത്താല CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് കവർച്ച. പട്ടാമ്പി മരുത്തൂർ തളി ശിവക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 ഭണ്ഡാരങ്ങൾ തകർത്തതായി കണ്ടെത്തി. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പന്തളത്ത് 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി ദേവിയാണ് പിടിയിലായത്. ദേവിയെ 4 വയസ്സുകാരി സിയാനെയും പന്തളം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കൊട്ടാരക്കരയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സംശയം തോന്നിയ കണ്ടക്ടർ ഇരുവരെയും പോലീസിന് കൈമാറുകയായിരുന്നു. മലപ്പുറം തിരൂരിൽ 15-കാരനെ ലൈംഗിക പീഡനത്തിനിരയാക്കി വീഡിയോ പകർത്തിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയാണ് അറസ്റ്റിലായത്. യുവതിയുടെ ഭർത്താവ് തിരൂർ സ്വദേശി സാബിക്കിന്റെ അറിവോടെയാണ് പീഡനം നടന്നത്. പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങുകയായിരുന്നു. തൃശൂരിൽ ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിൽ. ഷെയർ ട്രേഡിംഗ് ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. കേസിൽ തൃശൂർ 3 പീടിക സ്വദേശി നസീറിനെയാണ് റിമാൻഡ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 94 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2035 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 92 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. കരയ്ക്കാമണ്ഡലം സ്വദേശി റഫീഖാണ് എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നെയ്യാറ്റിൻകര എക്സൈസ് സംഘവും IB യൂണിറ്റും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. 6 ലക്ഷം രൂപ വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 3.5 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. ആസാം സ്വദേശി അസ്തുൽ ഹക്കിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. ബ്രൗൺ ഷുഗർ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോഷി ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി അടിമാലിയിൽ 5 ഗ്രാം കഞ്ചാവും MDMAയുമായി ഒരാൾ പിടിയിൽ. എറണാകുളം കിഴക്കമ്പലം സ്വദേശി ബിജുവാണ് പിടിയിലായത്. ദേശീയപാതയിൽ ഹൈവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. യുവാവിന്റെ പേഴ്സിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടി. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടികൂടിയത്. വേങ്ങാനൂർ സ്വദേശി ആദർശാണ് പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. അധിക വാർത്തയിൽ ഇനിയൊരു ഇടവേള. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി,
ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബികോം പഠിക്കൂ, ഡിഗ്രി എടുക്കൂ. ബികോം പഠിക്കൂ, തന്തവൈബ് മാറ്റി പിടിക്കണം. പിന്നെ ഇല്ലാതെ കാലം മാറിയില്ലേ. ബികോമിനൊപ്പം CMA EOS കൂടെ ഒരുമിച്ച് പഠിക്കൂ. ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ CMA EOS ഇന്റഗ്രേറ്റഡ് ബികോം ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങും. അപ്പൊ ഈ ക്യൂട്ടിക്ക് ട്രിക്ക് ഒന്നുമില്ലേ? ക്യൂട്ടിക്കുള്ളത് ട്രിക്ക് അല്ല, മാജിക്. 35 രൂപയുടെ 2 സോപ്പ് വാങ്ങുന്നതിന് പകരം ഒരു മാസത്തേക്ക് 28 രൂപയുടെ ഒരു ക്യൂട്ടി സോപ്പ് ധാരാളം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരേ സിയുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. Join India's #1 Commerce Institute, Indian Institute of Commerce, ലക്ഷ്യ. അതിവേഗ വാർത്തകൾ തുടരുന്നു. തൃശൂർ കയ്പമംഗലത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും പരിശീലനം നൽകി. പരിശീലന പരിപാടി ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സമിതി ജനറൽ കൺവീനർ TS സജീവൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ അന്തിക്കാടിൽ വോയിസ് ഓഫ് കാരമുക്കിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സെമിനാർ നടത്തി. അന്തിക്കാട് SI ഉമ്മർ, ASI നാസർ എന്നിവർ ക്ലാസ് എടുത്തു. ഡോക്ടർമാർ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഉത്തേജന മരുന്നുകൾ ജിമ്മുകളിലേക്ക് അനധികൃതമായി എത്തിച്ചു നൽകിയതിന് 2 യുവാക്കൾ അറസ്റ്റിൽ. ഈറോഡ് ജിം നടത്തുന്ന സെന്തിൽകുമാർ ജിം പരിശീലകനായ ശങ്കറുമാണ് പിടിയിലായത്. 10 ലക്ഷം രൂപ വിലയുള്ള ഉത്തേജന മരുന്നുകളും 28,000 രൂപയും കാറും പോലീസ് പിടിച്ചെടുത്തു. കോയമ്പത്തൂർ ജില്ലയിലെ മേട്ടുപ്പാളയത്താണ് മെഡിക്കൽ അനുമതിയില്ലാത്ത ജിമ്മുകളിലേക്ക് നിയമവിരുദ്ധമായി ഉത്തേജന മരുന്നുകൾ വിതരണം ചെയ്തത്. കൊല്ലം ചാത്തന്നൂരിൽ ലോൺ വാങ്ങി നൽകാമെന്ന വ്യാജേന 20ഓളം പേരിൽ നിന്നും പണം തട്ടിയതായി പരാതി. നിർധര കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. ഇവർ പരസ്പരം സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോയും വാട്സാപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടു. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പരാതി നൽകി. തിരുവനന്തപുരം ബാലരാമപുരത്ത് മുക്കംപാലം മൂട്ടിൽ തടിമില്ലിന് തീപിടിച്ചു. അനിൽകുമാർ നടത്തിവരുന്ന മില്ലിനാണ് തീപിടിച്ചത്. പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. 15 ലക്ഷം രൂപയിലേറെ നാശനഷ്ടമുണ്ടായതായാണ് നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇഞ്ചക്കാട് സ്വദേശി ഷൈനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ചാണ് അപകടം. കാർ ഓടിച്ച ടെനി ജോപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിനെ ഇടിച്ച ശേഷം കാർ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. കൊല്ലം പുനലൂർ നെല്ലപ്പള്ളിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പത്തനാപുരം കടയ്ക്കാമൺ സ്വദേശി മഹേഷാണ് മരിച്ചത്. നെല്ലപ്പള്ളി തിരുഹൃദയ ദേവാലയത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അമിത വേഗത്തിൽ എത്തിയ കാർ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തൃശൂർ മണ്ണംപേട്ടയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. അപകടത്തിൽ സ്കൂട്ടറിൽ നിന്നും പാതയോരത്തെ കനാലിലേക്ക് തെറിച്ചു വീണ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു.
മുല്ലപ്പെരിയാർ ടണൽ സമരം 200-ാം ദിവസത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത നിർവഹിച്ചു. സമരസമിതി പ്രസിഡന്റ് രമേശ് രവിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഭൗമശാസ്ത്രജ്ഞൻ പ്രൊഫസർ PS സുനിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ആലപ്പുഴ ചക്കുളത്തുകാവിൽ അനുശോചന യോഗം ചേർന്നു. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യ കാര്യദർശിനി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുശോചന സന്ദേശം നൽകി. 2014 ഇന്ത്യ എവിടെയായിരുന്നു അവിടെ തന്നെയാണ് കേരളം ഇപ്പോഴുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ MLA എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയ PV അൻവറിന്റെ പിന്തുണ UDF-ന് ആവശ്യമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രദർശനവേളയിൽ നഗരസഭാ അധ്യക്ഷൻ ശ്രീജ CS ആശംസകൾ അറിയിച്ചു. ആരോഗ്യ പ്രദാനം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളും അവ ഉണ്ടാക്കുന്ന രീതികളും പൊതുജനങ്ങൾക്ക് അംഗനവാടി പ്രവർത്തകർ വിവരിച്ചു കൊടുത്തു. കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിനോടും വിക്ടോറിയ ഹോസ്പിറ്റലിനോടും ചേർന്ന് കോർപ്പറേഷൻ റോഡ് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരം നടത്തി. RYF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം വിക്ടോറിയ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. തുടർന്ന് പോലീസും സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സമരം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാത്തതിനാൽ പ്രതിഷേധം. വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് KS രാജലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ അരുവിക്കര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M മനോജിനെ ഉപരോധിച്ചു. 12ഓളം വാർഡുകളിൽ 5 ദിവസമായി കുടിവെള്ളം ക്ഷാമം തുടരുകയാണ്. തൃശൂർ തോയേക്കാവിൽ സാമൂഹ്യ വിരുദ്ധർ കൃഷി നശിപ്പിച്ച നിലയിൽ. തോയേക്കാവ് സ്വദേശി അയൂബിന്റെ വീട്ടിലെ റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട 25 പപ്പായയാണ് നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ പാവറട്ടി പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പുലിയൂർ പഞ്ചായത്ത് റെയിൽവേക്ക് കത്ത് നൽകി. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഇത്തവണത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. എറണാകുളം ശ്രീമൂലം നഗരം ഗ്രാമപഞ്ചായത്തിന് എറണാകുളം ജില്ലാ ആസൂത്രണ സമിതിയുടെ ബെസ്റ്റ് അവാർഡ് ലഭിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 100% പദ്ധതി വിഹിത ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് ലഭിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മനോജ് മൂത്തേടനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അവാർഡ് ഏറ്റുവാങ്ങി. കോഴിക്കോട് ചെറുവാടി ഫെസ്റ്റ് 2025 കാർണിവലിൽ വിവിധ മാധ്യമങ്ങൾക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഫെസ്റ്റ് സമാപന വേദിയിൽ ET മുഹമ്മദ് ബഷീർ MP മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. ഫെസ്റ്റ് തുടങ്ങിയത് മുതൽ അവസാന ദിവസം വരെയുള്ള വിവിധ വാർത്തകൾ പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കണ്ണൂർ മുതിയലത്ത് ലഹരിക്കെതിരെ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. DYFI മുതിയലം ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് PP ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട ചരിത്രവും പിന്നീടുണ്ടായ കേസുകളുടെ പൂർണ്ണ വിവരങ്ങളും അടങ്ങിയ പത്രം വിതരണം ചെയ്തു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. 38 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നവീകരിച്ചത്.
തൃശൂർ ചാലക്കുടി കാർമൽ സ്കൂളിൽ സമ്മർ ക്യാമ്പ് പ്രത്യാശ 2025 തുടക്കമായി. അസോസിയേറ്റ് ഓഫ് കാർമലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് ചാലക്കുടി നഗരസഭ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ 26 സ്കൂളുകളിൽ നിന്നുള്ള 200-ൽ-അധികം കുട്ടികൾക്കായാണ് 3 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ ചാലക്കുടിയിൽ ബാലസംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വേനൽ തുമ്പികൾ പരിപാടിയുടെ ഏരിയ പര്യടനം ആരംഭിച്ചു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുട്ടികളുടെ വിവിധയിനം പരിപാടികളും അരങ്ങേറി. 27 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി 35ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് മാന്തോട്ടം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N. ദേവിദാസൻ IAS നിർവഹിച്ചു. തൃശൂർ കൊട്ടാരക്കര ഗാന്ധിനഗറിൽ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് നടത്തിയ പരിപാടി കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളിയും അരങ്ങേറി. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി അഭിദേവിനെ ആദരിച്ചു. BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ BJP 3ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ അഭിദേവിനെ പൊന്നാട അണിയിച്ചു. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മണലൂർ സ്വദേശി ജിജിയെ ഉപഹാരം നൽകി ആദരിച്ചു. BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ BJP സോഷ്യൽ മീഡിയ ജില്ലാ കമ്മിറ്റി മുൻ അംഗം പ്രസീത കരുവത്ത് ഉപഹാരം നൽകി. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ തൃശൂർ തിരുവല്ലോമല മലാറിയ മാന്തോപ്പ് സാമൂഹിക വിരുദ്ധ താവളമായി മാറുന്നു. ടൂറിസത്തിന് നിരവധി സാധ്യതകളുള്ള ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.